മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണും നടത്തിയിട്ടുണ്ട്. പുതിയ ദർശന രീതി വിജയിച്ചാൽ വിഷു പൂജ മുതൽ സ്ഥിരമായി നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VS പ്രശാന്ത് 24 പറഞ്ഞു. വിവരങ്ങളുമായി AV ജയശങ്കർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, മീനമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ ജയശങ്കർ? രജിത്ത്, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. നട തുറന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകളുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പുതിയ ദർശന രീതിയുടെ ഗുണഫലമായിരിക്കാം, ഇല്ല ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കാം ഇത്തരത്തിൽ വലിയ തോതിൽ തിരക്ക് കുറയാനുള്ളൊരു കാരണം. എന്തായാലും ഈ അമ്പലത്തിന് മുന്നിലൂടെ ബലിക്കലിന് സൈഡിലൂടെ ഇരുമുടി കെട്ടേറി 18-ാം പടി കയറി വരുന്ന ആളുകളെയാണ് കയറ്റിവിടുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സഞ്ജയ് ക്യാമറ ഒന്ന് അങ്ങോട്ട് പാൻ ചെയ്താൽ നമുക്ക് അവിടെ വലിയൊരു തിരക്ക് കാണാം. അത് പഴയ ഈ ദർശനത്തിലുള്ള നടപ്പന്തലാണ്. അത് ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെയാണ് നിലവിൽ ആ ഒരു നടപ്പന്തലിലൂടെ കടത്തിവിടുന്നത്. പക്ഷേ ഇരുമുടിക്കെട്ടില്ലാതെ ദർശനത്തിന് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അത്തരത്തിലുള്ള ആളുകൾ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ദർശനത്തിന്. എന്തായാലും ഈ IG ശ്രീജിത്ത് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞത് പുതിയ രീതി ഇതുവരെ തൃപ്തികരമാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ നാളെ രാവിലെ അവധി ദിവസമൊക്കെ ആവാൻ പോവുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ നടപ്പന്തലിലൂടെ കൂടി ആളുകളെ, ഇരുമുടിക്കെട്ടുള്ള ആളുകളെ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് വിടാനുള്ളൊരു ക്രമീകരണം കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. പോലീസ് എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ പുതിയ രീതികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പാളുമെന്ന് കണ്ടാൽ മാത്രം ഇടപെടുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും തൃപ്തികരമാണ്. ആളുകൾക്ക് കൃത്യമായി ദർശനം ലഭിക്കുന്നുണ്ട്. മുൻപ് 5 സെക്കൻഡ് വരെയൊക്കെയാണ് ദർശനം ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 10 മുതൽ 25 സെക്കൻഡ് വരെയൊക്കെ ദർശനം ലഭിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ പരീക്ഷണം വിജയിച്ചാൽ അത് അടുത്ത വിഷുക്കാലം മുതൽ ഇത് സ്ഥിരമാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. പിന്നീട് സീസൺ സമയത്തും ഇത് കൃത്യമായി ശബരിമലയിൽ നടപ്പിലാക്കും. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഭക്തരെക്കാൾ കൂടുതൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എന്തായാലും മീനമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ ആദ്യ വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് എത്തി. എന്തായാലും നാളെ രാവിലെ തിരക്ക് വലിയ തോതിൽ ഉയരുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. പുതിയ ക്രമീകരണം ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കൂടുതൽ അടുത്തറിയണമെങ്കിൽ നാളെ രാവിലെ ഇവിടെ വരണം. നാളെ രാവിലെ അറിയാം ഈ ഒരു പുതിയ ക്രമീകരണത്തിന്റെ പ്രതിഫലനമൊക്കെ. ശരി, പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ അത് നിലവിൽ തൃപ്തികരമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പുതിയ ദർശന രീതി വിജയിക്കുകയാണെങ്കിൽ വിഷു പൂജ മുതൽ സ്ഥിരമായി അത് നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. നിലവിൽ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സന്നിധാനത്ത് താരതമ്യേന വലിയ തിരക്കും അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ നാളെ തിരക്ക് അനുഭവപ്പെടുമ്പോഴായിരിക്കാം കൂടുതൽ. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന്.